കേരള പോലീസിനെ സമീപകാലത്ത് ഏറ്റവും വട്ടം കറക്കുന്ന കേസുകളിലൊന്നാണ് പുനലൂർ ആളുകേറാമലയിലെ കൊലപാതകം. തുടക്കം മുതൽ ഏറെ ദുരൂഹതകൾ നിലനിന്ന കേസിൽ ഒടുവിലുണ്ടായ വൻ ട്വിസ്റ്റ് പോലീസിന്റെ വെല്ലുവിളി ഇരട്ടിയാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടതോ കൊന്നതോ ആരൊക്കെയാണെന്ന് യാതൊരു തുമ്പും കിട്ടാത്തതായിരുന്നു തുടക്കത്തിൽ പോലീസിനെ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ സമീപത്തെ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ കന്നാസിൽ സംശയാസ്പദമായ പെട്രോൾ വാങ്ങിക്കൊണ്ടുപോയ യുവാവാണ് പ്രതിയെന്ന് പോലീസ് വിധിയെഴുതി. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി നാടകം അന്വേഷിച്ചെങ്കിലും ആളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ DNA പരിശോധന ഫലം വന്നപ്പോൾ കേസ് കീഴ്മേൽ മറിഞ്ഞു. പ്രതിയെന്ന് പോലീസ് വിധിയെഴുതിയ ആലപ്പുഴ താമരക്കുളം സ്വദേശി അനിക്കുട്ടനാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത്. ആരാണ് ഈ 46-കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്? യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ഒരു പ്രതികാര കൊല പോലെ ഇയാളുടെ ജീവനെടുത്തത് എന്തിനു വേണ്ടിയാണ്? ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. പുനലൂർ പിറവന്തൂർ മുക്കടവിലെ ആളുകേറാമലയിൽ കൈകാലുകൾ ചങ്ങലകൊണ്ട് ബന്ധിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. കൊല്ലപ്പെട്ടത് പ്രതിയെന്ന് സംശയിച്ചിരുന്ന ആൾ തന്നെയാണെന്ന് കണ്ടെത്തിയതോടെ കേസ് കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ താമരക്കുളം വേടരപ്ലാവ് സ്വദേശി പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടനാണ് മരിച്ചതെന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായത്. 5 മാസം മുമ്പ് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകയാരെന്നറിയാതെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കേസിൽ പ്രതിയെന്ന് സംശയിച്ചയാളാണ് കൊല്ലപ്പെട്ടതെന്ന കഴിഞ്ഞ ദിവസം ലഭിച്ച ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ആലപ്പുഴ താമരക്കുളം വേടരപ്ലാവ് സ്വദേശി പാപ്പർ എന്ന് വിളിക്കുന്ന 46-കാരൻ അനിക്കുട്ടനാണ് മരിച്ചതെന്നാണ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ടയാളെ ഒടുവിൽ തിരിച്ചറിഞ്ഞെങ്കിലും ഇതുവരെ പോലീസ് പങ്കുവച്ച കണ്ടെത്തലുകൾ സംബന്ധിച്ച് ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. സംഭവത്തിലെ ദുരൂഹതകളും തുടരുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയോട് ചേർന്നുള്ള മുക്കടവ് ആളുകേറാമലയിലെ റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 23-നാണ് മൃതദേഹം കണ്ടത്. ചങ്ങല കൊണ്ട് റബ്ബർ മരത്തിൽ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഒരാഴ്ചയിലധികം പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിനടുത്ത് നിന്ന് കന്നാസ്, കത്രിക, ബാഗ് തുടങ്ങിയവയും ലഭിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം മുഖം കത്തിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. നെഞ്ചിൽ വലതുഭാഗത്തായി ആഴത്തിൽ കുത്തേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ടയാളുടെ ഇടതുകാലിന് സ്വാധീനക്കുറവുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. തുടക്കത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതിനെതിരെ വലിയ വിമർശനമുയർന്നു. തുടർന്ന് 2 മാസത്തിനു ശേഷമാണ് സംഭവവുമായി അനിക്കുട്ടന് ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത്. അനിക്കുട്ടനാണ് പ്രതിയെന്ന തരത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. സംഭവ സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ശേഖരിച്ച ഇയാളുടെ CCTV ദൃശ്യങ്ങൾ സഹിതം 2 തവണ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. എന്നാൽ യാതൊരു തുമ്പും ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം DNA ഫലവും ഫോറൻസിക് റിപ്പോർട്ടും ലഭിച്ചതോടെയാണ് കേസിൽ വൻ വഴിത്തിരിവുണ്ടായത്. എന്നാൽ അനിക്കുട്ടന് കാലിന് സ്വാധീനക്കുറവുള്ളതായി ആരും പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുനഃപരിശോധിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ആരെയോ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായും അന്വേഷണം CBIക്ക് കൈമാറണമെന്നുമാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ ആവശ്യം. മരണപ്പെട്ട ആളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് പിച്ചാത്തിയുടെ കുത്തേറ്റ് വാരിയലിനിടയിലൂടെ കുത്തേറ്റ് വാരിയലിനിടയിൽ ക്ഷതമേറ്റാണ് മരണപ്പെട്ടതെന്നാണ് പോലീസ് ഭാഷ്യം. അതുകൂടാതെ അന്ന് ആളുകേറാമലയിൽ മരണപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടന്ന ആളിന്റെ ബോഡി, അതിലെ ഒരു കാലിന് വലിയ വൈകല്യമുള്ള ആളാണ്. ആ ആളാണ് എങ്കിൽ അദ്ദേഹത്തിന് കാലിന് വൈകല്യമില്ലാത്ത ആളാണെന്ന് ഉറപ്പിച്ചെടുത്ത ആളുകൾ പറയുന്നു, അറിയാവുന്നവർ. എന്നാൽ പോലീസ് ഇപ്പോൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് എന്തോ ഇരുട്ടിൽ തപ്പുകയാണ്. ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. താമരക്കുളം സ്വദേശിയായ അനിക്കുട്ടന് പുനലൂരുമായി എന്താണ് ബന്ധമെന്നതും വ്യക്തമായിട്ടില്ല. ടൈൽ പണിക്കാരനായ അനിക്കുട്ടൻ ജോലിയുമായി ബന്ധപ്പെട്ടാണോ പുനലൂരിലെത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നു. പുതിയ വഴിത്തിരിവോടെ അന്വേഷണം ഊർജിതപ്പെടുത്തിയതായാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ടതാരെന്ന് സ്ഥിരീകരിച്ചതോടെ കൊലപാതകയിലേക്കുള്ള ദൂരം കുറഞ്ഞെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 പുനലൂർ. ഭാര്യയെ കൊല്ലാൻ 3 തവണ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകുക, ആ ശ്രമങ്ങൾ വിജയം കാണാത്തതിനാൽ ഒടുവിൽ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തുക. മഹാരാഷ്ട്രയിലെ ബുൽദാനയിൽ നിന്നാണ് നടുക്കമുണ്ടാക്കുന്ന ഈ വാർത്ത.
പ്രകാശ് ഗവാണ്ടെ എന്നയാളാണ് അധ്യാപികയായ ഭാര്യ വൃഷാലിയെ വാടകക്കൊലാളി ഏർപ്പെടുത്തി കൊലപ്പെടുത്തിയത്. ആദ്യം അപകടമരണമാണെന്ന് കരുതിയെങ്കിലും അന്വേഷണത്തിൽ കൊലപാതകം തെളിഞ്ഞതോടെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 2-നാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. സ്കൂൾ അധ്യാപികയായ വൃഷാലി തന്റെ ഇരുചക്രവാഹനത്തിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വൃഷാലി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ആദ്യം സാധാരണ വാഹനാപകടമെന്ന് കരുതിയ കേസിൽ അധ്യാപികയുടെ കുടുംബം സംശയം പ്രകടിപ്പിച്ചതോടെയാണ് വഴിത്തിരിവുണ്ടായത്. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനം കണ്ടെത്തി. തുടർന്ന് ഈ വാഹനവും അതിന്റെ ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. അധ്യാപികയെ ഇടിച്ചു തെറിപ്പിക്കാൻ ഭർത്താവ് കൊട്ടേഷൻ നൽകിയതായി ചോദ്യം ചെയ്യലിൽ ഡ്രൈവർ സമ്മതിച്ചതോടെയാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മൂന്ന് തവണ ഭക്ഷണത്തിൽ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചിട്ടും മരിക്കാത്തതിനെ തുടർന്നാണ് പ്രകാശ് ഗവാണ്ടെ ഭാര്യയെ കൊല്ലാൻ 1 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറയുന്നു. കാറിടിപ്പിച്ച് കൊന്ന ശേഷം അപകടമരണമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. മങ്കേഷ് ചുൽക്കർ എന്നയാൾക്കാണ് ഇതിനായി കൊട്ടേഷൻ നൽകിയത്. ചുൽക്കറാണ് അറസ്റ്റിലായ ഡ്രൈവർ മനീഷ് സൂര്യവംശിയെ കൊലയ്ക്കായി അയച്ചത്. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബവഴക്കാണ് കൊലപാതകത്തിനുമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. यांचे पती प्रकाश गावंडे तसेच मंगेश सावळकर आणि गाडी चालक मंगेश सूर्यवंशी असे 3 लोक याच्यामध्ये निष्पन्न झाले आणि यांची ज्यावेळेस आम्ही सखोल तपासणी केली, चौकशी केली, सगळे तांत्रिक पुरावे हस्तगत केल्यानंतर जी काही माहिती आली, त्यांचं इंट्रोगेशन केलं, सायंटिफिक इंट्रोगेशन, त्याच्यानंतर असं कळालं की जे यांचे पती होते प्रकाश गावंडे यांनी पैसे देऊन या खुनाचा कट रचला आणि पैसे दिल्यानंतर जो चालक होता मंगेश सूर्यवंशी यांनी ती गाडी अशा पद्धतीने चालवली, त्या महिलेला मागून धडक देऊन तिचा खून करण्यात. മാസങ്ങൾക്ക് മുമ്പ് ഭർത്തൃവീട്ടിൽ ഗാർഹിക പീഡനത്തിനിരയായെന്നാരോപിച്ച് വൃഷാലി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ദമ്പതിമാർ കുറച്ചുകാലം വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. പിന്നീട് ബന്ധുക്കളിടപെട്ട് അനുരഞ്ജന ചർച്ച നടത്തിയതോടെ വീണ്ടും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഡ്രൈവർക്ക് പ്രതിഫലമായി നൽകിയ പണവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മുംബൈ. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ തള്ളുകയായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. മൃതദേഹത്തിൽ അടിയേറ്റതിന്റെയും വലിച്ചിഴച്ചതിന്റെയും പാടുകളുള്ളതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് നഗരത്തിന് സമീപം നുള്ളിപ്പാടിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 3 നില കെട്ടിടത്തിന്റെ ലിഫ്റ്റിനായി എടുത്ത കുഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി 9:30 കെട്ടിട ഉടമയാണ് മൃതദേഹം കണ്ടത്. കെട്ടിടത്തിൽ ചിലർ കിടന്നുറങ്ങുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധിക്കാനാണ് ഉടമ എത്തിയത്. ഇതിനിടയിൽ ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ 50 വയസ്സോട് പ്രായമുള്ള ഒരാൾ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഉടമ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഫയർഫോഴ്സ് എത്തിയാണ് കുഴിയിലിറങ്ങി മൃതദേഹം കരക്ക് കയറ്റിയത്. മൃതദേഹത്തിൽ അടിയേറ്റതിന്റെയും വലിച്ചഴിച്ചതിന്റെയും പാടുകളുള്ളതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന്റെ മുകളിലായി ചോരപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാകാമെന്ന സംശയമാണ് ബലപ്പെടുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരു സ്വദേശിയായ മഞ്ജുനാഥ എന്നയാളാണ് മരണപ്പെട്ടതെന്ന് സംശയിക്കുന്നു. സ്ഥലത്തുനിന്ന് ലഭിച്ച ആധാർ കാർഡാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം. ഇയാൾ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.
മരണത്തിന്റെ യഥാർത്ഥ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കായംകുളം സ്വദേശി അഫിഗീദിൻ്റേത് കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 8 മാസങ്ങൾക്ക് മുമ്പും ഇതേ സ്കൂളിന്റെ ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ കേസിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. +1 വിദ്യാർത്ഥി അഭിഗീതിനെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ അഭിഗീത് ക്ലാസ്സിൽ പോയിരുന്നു. പിന്നാലെ ഇന്റർവെൽ സമയത്ത് ഹോസ്റ്റൽ മുറിയിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ക്ലാസ്സിലേക്ക് ചെന്നില്ല. കാണാത്തതിനെ തുടർന്ന് മറ്റു വിദ്യാർത്ഥികൾ വന്ന് നോക്കിയപ്പോഴാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ വെറുക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കുറിപ്പാണ് ലഭിച്ചത്. കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും അതിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ല. അതേസമയം മകൻ ഒരിക്കലും ജീവനൊടുക്കില്ലെന്നും കൊലപാതകമാണെന്നുമാണ് പിതാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ മാന്നാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ 8 മാസത്തിനിടെ സ്കൂൾ ഹോസ്റ്റലിൽ നടക്കുന്ന 2ാമത്തെ മരണമാണ് അഭിഗീത്തിൻ്റെത്. ആറാട്ടുപുഴ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് നേഹയെയാണ് മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റലിന്റെ ശുചിമുറിയിലേക്ക് പോകുന്ന ഇടനാഴികയിലായിരുന്നു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ സംഭവത്തിലും പോലീസ് അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് 18 മാവേലിക്കര. CPM പ്രവർത്തകൻ ഇരിട്ടി പുന്നാട് യാക്കൂബ് കൊലക്കേസിൽ BJP RS പ്രവർത്തകരുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. 5 പ്രതികളുടെ ജീവപര്യന്ത ശിക്ഷയാണ് ശരിവെച്ചത്. തലശ്ശേരി സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചത്. കേസിൽ 11 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. 2003 ജൂൺ 13 രാത്രിയാണ് യാക്കൂബിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ജൂൺ 13 രാത്രിയാണ് കണ്ണൂർ ഇരിട്ടി പുന്നാട് കോട്ടത്തെക്കുന്നിലെ യാക്കൂബിനെ ബോംബെറിഞ്ഞു കൊന്നത്. കേസിൽ RSS BJP നേതാക്കളായ 5 പ്രതികളെ ജീവപര്യന്തം കണ്ണുതടവിന് ശിക്ഷിച്ച വിചാരണ കോടതി ഉത്തരവാണ് ഹൈക്കോടതി ശരിവെച്ചത്. RSS മുൻ താലൂക്ക് കാര്യവാഹകും പേരാവൂർ പ്രഗതി കോളേജ് പ്രിൻസിപ്പലുമായ കീഴൂർ മീത്തല സ്വദേശി വിലങ്ങേരി ശങ്കരൻ മാസ്റ്റർ, ഇയാളുടെ അനുജനും BJP മണ്ഡലം പ്രസിഡന്റുമായിരുന്ന വിലങ്ങേരി മനോഹരൻ എന്ന മനോജ്, RSS മുൻ താലൂക്ക് ശിക്ഷൺ പ്രമുഖും KSRTC കണ്ടക്ടറുമായ TV വിജേഷ്, കീഴൂർ കോട്ടത്തെക്കുന്നിലെ ജോക്കർ പ്രകാശൻ എന്ന പ്രകാശൻ, RSS മുൻ താലൂക്ക് കാര്യവാഹക് V കാവ്യേഷ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ജീവപര്യന്തം കണ്ണുതടവിന് ശിക്ഷിച്ചിട്ടുള്ളത്. വിചാരണ കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീലാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. കേസിലെ 16 പ്രതികളിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെ 11 പേരെ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് തില്ലങ്കേരിക്കെതിരെ കേസെടുത്തിരുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരും DYFI പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. പോലീസ് കസ്റ്റഡിയെടുത്ത പ്രതികളെ അനുമതിയില്ലാതെ സ്റ്റേഷനിൽ കയറി DYFI പ്രവർത്തകർ കാണാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന്റെ തുടക്കം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ കസ്റ്റഡിയെടുത്തവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നു.
വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിവൈഎഫ്ഐ RSS പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി. പരാതിയിൽ മൊഴി നൽകി പുറത്തേക്കിറങ്ങിയ RSS പ്രവർത്തകനും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചത്. ഇതിനുശേഷം കസ്റ്റഡിയിലുള്ള പ്രവർത്തകരോട് സംസാരിക്കാൻ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറി. ഇത് ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ തർക്കമായി. തുടർന്ന് പോലീസുകാരുമായി കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു. കൂടുതൽ പോലീസെത്തി ഡിവൈഎഫ്ഐ നേതാക്കളെ സ്റ്റേഷനിൽ നിന്നും തള്ളി പുറത്താക്കി. പിന്നീട് സ്റ്റേഷന്റെ മുന്നിലും പോലീസുമായി വാക്കേറ്റം തുടർന്നു. ഏറെ നേരത്തെ തർക്കങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചു. കസ്റ്റഡിയിലെടുത്തവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിതമായി ഒരു സെലിബ്രിറ്റി സ്റ്റേഷനിലെത്തിയതിന്റെ അമ്പരപ്പ് മാറിയിട്ടില്ല. കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയും കാമുകനുമാണ് അഭയം തേടി തമ്പാനൂർ സ്റ്റേഷനിലെത്തിയത്. കാമുകനുമായുള്ള വിവാഹത്തിന് എതിര് നിൽക്കുന്ന പിതാവ് നാട്ടിലേക്ക് നിർബന്ധിച്ച് കടത്താൻ ശ്രമിക്കുന്നുവെന്നും മൊണാലിസ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോലീസ് കാമുകനൊപ്പം മൊണാലിസയെ വിട്ടയച്ചു. വൈകിട്ടോടെ പൂവാർ അരുമാനൂർ നയനാർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തോടെ ഇവരുടെ പ്രണയത്തിന് മംഗളമായ പര്യവസാനമായി. രാവിലെയാണ് മൊണാലിസ ഭോസ്ലെയും കാമുകൻ ഫർമാൻ ഖാനും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. അച്ഛൻ നാട്ടിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മൊണാലിസയുടെ പരാതി. കഴിഞ്ഞ 3-4 ദിവസമായി സിനിമാ ഷൂട്ടിങ്ങിനായി ഇവർ പൂവാറിൽ ഉണ്ടായിരുന്നു. മൊണാലിസ പിതാവിനൊപ്പം ജയകുമാർ എന്ന ആളിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് മടങ്ങാൻ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ തർക്കമുണ്ടാവുകയും മൊണാലിസയും കാമുകനും പോലീസ് സ്റ്റേഷനിൽ എത്തുകയുമായിരുന്നു. ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് സംവിധായകനും അണിയറ പ്രവർത്തകരും സ്റ്റേഷനിൽ എത്തിയിരുന്നു. തുടർന്ന് പോലീസ് മൊണാലിസയെ ഫർമാനൊപ്പം വിട്ടയച്ചു. വൈകിട്ടോടെയാണ് അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ ഫർമാൻ ഖാൻ മൊണാലിസ ഭോസ്ലെക്ക് താലി ചാർത്തിയത്. ക്ഷേത്രത്തിന് പുറത്തുള്ള ഗുരുമന്ദിരത്തിൽ വെച്ചായിരുന്നു വിവാഹം. CPM നേതാക്കൾ മുൻകൈയെടുത്താണ് വിവാഹം നടത്തിയത്. കേരളം നല്ല സ്ഥലവും ഇവിടുത്തെ ആളുകൾ നല്ല മനുഷ്യരുമാണെന്ന് ഇരുവരും പ്രതികരിച്ചു. പിതാവ് വേറെ വിവാഹം ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ തീരുമാനിച്ചതെന്നും മൊണാലിസ. केरला मुझे अच्छा लगा, यहाँ के लोग बहुत ही अच्छे हैं। इधर घूमने के लिए है क्योंकि हम यहाँ पे दोनों लव करते हैं, प्यार करते हैं एक दूसरे से। यहाँ पे हम घूमने के लिए हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। फ्यूचर का प्रोग्राम क्या है इधर से? अभी देखेंगे आगे क्या होता है। केरला में ही रहेगा? हाँ, कोशिश करेंगे केरला में रहने की क्योंकि केरला बहुत अच्छा है और यहाँ पे रहेंगे। नहीं वैसे तो मुझे पता नहीं, लेकिन यहाँ पे मुझे लगा कि यहाँ पे अच्छा है करने के लिए शादी। यहाँ के लोग अच्छे हैं, मंदिर अच्छा है, यहाँ के लोग सपोर्ट बहुत ज्यादा करते हैं।
बहुत ज्यादा करते हैं। आप लोगों ने इतना प्यार दिखाया, सब कुछ किया, बहुत अच्छा लगा। दिल से आप सभी का धन्यवाद। हाँ, इधर देखते हैं, आगे अच्छा लगेगा। केरला बहुत अच्छा है और यहाँ पे देखेंगे, सेटल करेंगे। अगर अच्छा लगा तो मोनालिसा को जब तक अच्छा लगेगा देखेंगे। कितने साल का नहीं है ये 6 मंथ का प्यार है, 6 मंथ। लेकिन 6 मंथ हमारे लिए 60 इयर्स के बराबर है। 1.5 വർഷം മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരംഭിച്ച പ്രണയത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് ഇരുവരും പോലീസ് സ്റ്റേഷനിലെത്തിയത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ ഖാൻ. പ്രയാഗ് കുംഭമേളയ്ക്കിടെയാണ് മൊണാലിസ താരമായത്. തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനെതിരായ ക്രിമിനൽ കേസ് ഹൈക്കോടതി റദ്ദാക്കി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി റദ്ദാക്കിയത്. എഫ്ഐആറിൽ പറഞ്ഞ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പരാതിക്കാരൻ ഗൂഢലക്ഷ്യത്തോടെയും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുമാണ് കേസ് നൽകിയതെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. IT നിയമത്തിലെ 67A പ്രകാരമായിരുന്നു കേസ്. അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും പരാതിയിൽ ആരോപണമുണ്ടായിരുന്നു. ഈ കേസാണ് ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് റദ്ദാക്കിയത്. എഫ്ഐആറിൽ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കൊടുത്ത പരാതി ദുരുദ്ദേശപരമാണെന്ന് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാരന് മാനഹാനി ഉണ്ടാക്കാനും സമൂഹത്തിൽ മാന്യമായി ജീവിതം നയിക്കുന്നവരെ അപകീർത്തിപ്പെടുത്താനുമാണ് പരാതി നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് M രവികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഉണ്ണിക്കാപ്പൻ എന്നിവർ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ സോളാർ ഗൂഢാലോചന കേസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയും ലൈംഗികാരോപണ കേസിലെ പരാതിക്കാരിയുമായി യുവതി തയ്യാറാക്കിയ 21 പേജുള്ള കത്തിൽ 4 പേജ് എഴുതി ചേർത്ത് ഗണേഷ് കുമാർ അടക്കമുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോടതി നടപടികൾക്ക് അമൃത പ്രാധാന്യം ലഭിക്കുന്നുവെന്നും അത് തനിക്ക് ദോഷമായി ബാധിക്കുമെന്നും കാണിച്ചാണ് KB ഗണേഷ് കുമാർ കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ ഇവയെല്ലാം കോടതിക്ക് പുറത്തു നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണെന്നും നിലവിലെ കേസുമായി ബന്ധമില്ല എന്നുമാണ് എതിർഭാഗം വാദിച്ചത്. ഇരുവാദങ്ങളും കേട്ട ശേഷം കോടതി KB ഗണേഷ് കുമാറിന്റെ ഹർജി തള്ളുകയായിരുന്നു. ഇലക്ഷൻ കഴിയുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഒരു ഹർജിയാണ് അദ്ദേഹം സമർപ്പിച്ചത്. ആ ഹർജി ഇന്ന് കോടതി തള്ളി ഉത്തരവായിട്ടുണ്ട്. അതിന് ഞങ്ങളും തടസ്സ ഹർജി ബോധിപ്പിച്ചു. ഗണേഷ് കുമാർ ഇത് ആദ്യം തന്നെ ഇത് പ്രമാ ഫേസി കേസുണ്ടെന്ന് കണ്ടിട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് സമൻസ് പോയപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ സ്റ്റേ അനുവദിച്ചു. 2 വർഷത്തോളം നടപടിക്രമം എന്നുള്ള നിലയിൽ സ്റ്റേയും അനുവദിച്ചു. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ജഡ്ജിമെൻ്റ് ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ തള്ളി ഉത്തരവായതാണ് ഈ കേസിൽ. അതിനുശേഷമാണ് അതിൻ്റെ അടുത്ത നടപടി 244 പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോളാർ ലൈംഗികാരോപണ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തു എന്നാരോപിച്ചുള്ള ഹർജിയിലാണ് കോടതി നടപടികൾ നടക്കുന്നത്. ഗണേഷിന്റെ ഹർജി തള്ളിയതോടെ
സോളാർ ഗൂഢാലോചന കേസിന്റെ വിചാരണ നടപടികൾ തുടർന്നും നടക്കും. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ സോളാർ കേസ് വീണ്ടും ചർച്ചയായി മാറിയേക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. തനിക്കെതിരെ കഴക്കൂട്ടം സ്വദേശിനി നൽകിയ പരാതിക്ക് പിന്നിൽ കടകംപള്ളി എന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കഴക്കൂട്ടം സ്വദേശിനി പോറ്റിക്കെതിരെ പരാതി നൽകിയത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ആശ്വാസം. മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. ചവറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ചവറ വട്ടത്തറ സ്വദേശി രഞ്ജിത് കുമാർ. കൊല്ലത്ത് എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധനയിൽ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിൽ. ആശ്രമം ശാന്തിനഗർ ചന്ദ്രാലയത്തിൽ ആശിഷാണ് പിടിയിലായത്. കണ്ണൂരിൽ 12 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 30 വർഷം കണ്ണടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 5 മാസം കൂടി തടവനുഭവിക്കണം. മലപ്പുറം സ്വദേശിയും മദ്രസ അധ്യാപകനുമായിരുന്ന നസീബിനെയാണ് കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പഴയങ്ങാടി ചുമടുതാങ്ങിയിലെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടിയെ നിരവധി തവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.